ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ ജി എസ് ടിയിൽ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായേക്കാവുന്ന ഒരു ടേമാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, CTP. എന്താണ് ഈ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നുള്ളത്? ഞാനതിൻ്റെ ഡെഫിനിഷനിലേക്കോ തിയറി പാർട്ടിലേക്കോ ഒന്നും പോകുന്നില്ല. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരാൾ കേരളത്തിൽ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരാൾ ഒരു ചെറിയ എക്സ്പോ, ഡൽഹിയിൽ നടക്കുന്ന ഒരു എക്സ്പോയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു. അദ്ദേഹത്തിന് അവിടെ ഒരു പുതിയ ബിസിനസ് സെറ്റ്, എന്താ പറയുക, ഫിക്സഡ് ആയിട്ടുള്ളൊരു ഓഫീസോ കാര്യങ്ങളോ സെറ്റപ്പ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമില്ല. അദ്ദേഹം ഒരു 20 ദിവസത്തെ ഒരു പ്രോഗ്രാമിനാണ് പോകുന്നത്. ആ എക്സ്പോയിൽ പരമാവധി പങ്കെടുത്ത് സെയിൽ കഴിഞ്ഞ് തിരിച്ചു വരിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരു CTP, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരു രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരാം. അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബംഗാളിലുള്ള ഒരാൾ, ഒരു സർക്കസിൻ്റെ ഒരു കമ്പനി, അവിടെ രജിസ്ട്രേഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഒരു മാസത്തെയോ 2 മാസത്തെയോ ഒരു ചെറിയ ഒരു സർക്കസിൻ്റെ ഒരു 2 മാസത്തെ ഒരു ഇവൻ്റ് കഴിഞ്ഞ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ അവർക്ക് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരു രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് അവർ ഷോ ചെയ്യാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നമുക്ക് ഒരു ചെറിയ ഇടവേളകളായിട്ട്, ചെറിയൊരു സമയത്തേക്ക് ഒരു സ്ഥലത്ത് നമ്മുടേതല്ലാത്ത വേറൊരു ടെറിട്ടറിയിലോ സ്റ്റേറ്റിലോ പോയി നമ്മൾ ബിസിനസ് ചെയ്യുന്നു, സെയിൽസും അവിടെ നിന്ന് തന്നെ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ചെയ്യുന്നൊരു GSTയിൽ വരുന്ന ടേമാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നുള്ളത്. ഇനി കേരളത്തിലുള്ള ഒരാൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ എവിടെയും വേണമെങ്കിൽ വിൽക്കാം. അതിന് നമുക്ക് ഈ CTPയുടെ ആവശ്യമില്ല. നമ്മൾ പുറത്ത് പോയി ആ ടെറിട്ടറിയിൽ പോയി അവിടെ സെയിൽസ് ചെയ്യാന്നുള്ളൊരു ചെറിയൊരു കാര്യം വരുമ്പോൾ, അതും ചെറിയൊരു ഇൻ്റർവെല്ലിന്, പെർമനൻ്റ് ആയിട്ടല്ല, അങ്ങനെ വരുമ്പോൾ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷനാണ് CTP അഥവാ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നുള്ളത്. ഇതിൽ ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ എലാബറേറ്റ് പറയാനുണ്ട്. അതിൻ്റെ ടൈം ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയാനായിട്ട് സ്റ്റേ ട്യൂൺഡ് വിത്ത് KP Tax India. താങ്ക് യു.